139 പെണ്ണ് കാണൽ ഒരു ഫ്ലാഷ് ബാക്ക്. ആമേ, നിനക്ക് എന്ത് പറ്റി ഇത്ര നേരത്തെ ഷട്ടുമുണ്ടൊക്കെ തെച്ചു വെക്കുന്നു? മണി 8 കഴിഞ്ഞല്ലേ ഉള്ളൂ. സാധാരണ ഞാൻ പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണല്ലോ തയ്ക്കാറുള്ളത്. ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴാണ് ഇത് ചെയ്യാറുള്ളത്. ചില ദിവസം രാവിലെ 6 മണിക്ക് തേച്ചു വെക്കും, ചിലപ്പോ 8 മണി, ചിലപ്പോ 8:30. അതിനപ്പുറത്തേക്ക് എന്തായാലും വൈകിട്ടില്ല. ഞാൻ ഷർട്ടോ മുണ്ടോ തേക്കാൻ വൈകിട്ട് മോഹനേട്ടൻ ഇന്ന് വരെ ആപ്പീസിൽ വൈകി പോയിട്ടുമില്ല. തർക്കിച്ച് ജയിക്കാൻ ഭയങ്കര സാമർഥ്യാണല്ലോ. അയ്യോലല്ലേ, ജോലി തന്നെ തർക്കിക്കലാവുമ്പോ പിന്നെന്താവും? അയ്യോ, ഇതുപോലൊരു ഭർത്താവുള്ളൊരു ഭാര്യ തർക്കിക്കാനെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിലേ ജീവിതം പരമദയനീയമായി പോവും മോനേട്ടാ. ഗതികേട് കൊണ്ട് പഠിച്ചു പോയതാ. സ്ഥാനത്തും അസ്ഥാനത്തും കയറി തർക്കിക്കുന്നത് വലിയ മിടുക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവസരവും സ്ഥലവും നോക്കി സംസാരിക്കുന്നവരെയാണ് നമ്മൾ ബുദ്ധിയുള്ളവർ എന്ന് പറയുന്നത്. മോഹനകൃഷ്ണ സാറിനെ ഈ നാട്ടിലുള്ളവർ മുഴുവൻ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഓരോ സന്ദർഭങ്ങളിലും പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയൂ. വളരെ കറക്റ്റാണ്. തന്റെ ഷർട്ടും മുണ്ടും ഭാര്യ തേച്ചോണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ എന്നോട് പറഞ്ഞത്. സത്യത്തിൽ മോഹനേട്ടൻ ആകെ സംസാരിക്കുന്നതിന് 2/3 വെറുതെ സംസാരിക്കുന്നതാണ്. അക്കാര്യമൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പവും വരില്ലായിരുന്നു. ഇനി എന്നോട് തർക്കിക്കാൻ നിൽക്കാതെ പോയി ആ ഫോൺ എടുത്ത് സന്ദർഭത്തിനനുസരിച്ച് പറയേണ്ട കാര്യങ്ങൾ പറയും. അപ്പോഴേക്കും ഞാൻ ഈ മുണ്ടും കൂടെ തേച്ചു വെച്ചേക്കാം. ആരോട് പറയാൻ? ഹലോ, അഡ്വക്കേറ്റ് സത്യഭാമയുടെ വീടല്ലേ? അതെ. സത്യഭാമയുണ്ടോ? ഉണ്ട്, കൊടുക്കാം. ഭാമേ ഇപ്പോൾ വരും. ഇത് വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ സാറല്ലേ? അതെ. എന്റെ പേര് പ്രകാശൻ എന്നാണ്. സത്യഭാമ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടാവല്ലോ. ഞാൻ ഓർക്കുന്നില്ല. ആര് പറഞ്ഞിട്ട്? ഏതൊരു പ്രകാശൻ? പ്രകാശനോ? ഹലോ സത്യഭാമ, ഇത് ഞാനാണ്, പ്രകാശൻ, സർക്കാർ കോളേജിലെ. ആ, സാറായിരുന്നോ? എന്താ സാർ വിശേഷിച്ച്? അങ്ങനെ വിശേഷമായിട്ടൊന്നുമില്ല. ഞാനിപ്പോ സത്യഭാമയുടെ വീടിന്റെ തൊട്ടടുത്തുണ്ട്. അതുവഴി ഒന്ന് വന്നാലോ എന്ന് ആലോചിക്കുക. മോഹനകൃഷ്ണനെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ. അതിനെന്താണ് സാർ, മണി 8:15 ആയുള്ളൂ. മോഹനേട്ടൻ 9:30 കഴിഞ്ഞിട്ട് ആഫീസിൽ പോവുള്ളൂ. സാർ വന്നോളൂ. ശരി, അപ്പോ ഞാനൊരു 20 മിനിറ്റിൽ അവിടെ എത്തും. ഓ, ആ മോഹനേട്ട വിളിച്ചാരെന്ന് മനസ്സിലായോ? ഗവൺമെന്റ് കോളേജിലെ പ്രകാശ് സാറ്. ഒരിക്കൽ സബ് കോടതിയിൽ വെച്ച്. അന്ന് കണ്ടപാടെ എനിക്കാളെ മനസ്സിലായി, പക്ഷെ വന്ന് കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ ടൗണിലൊരു കോളേജിൽ ലെക്ചറാ. വൈഫ് അവിടെ തന്നെയാ. ഓ, ഞാൻ സത്യഭാമയെ പറ്റി സുഹാസിനിയോട്, അതാണ് ഭാര്യയുടെ പേരെ, പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അന്ന് സത്യഭാമയുടെ അച്ഛൻ വാശി പിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ കല്യാണം നടന്നു പോയെന്ന് ഞാൻ അവളോട് പറഞ്ഞു. സത്യഭാമയുടെ ഹസ്ബൻഡ് മോഹനകൃഷ്ണൻ, ഇവിടുത്തെ വില്ലേജ് ഓഫീസറാ. ഓ, അപ്പോ സത്യഭാമയുടെ അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥനെ ഭർത്താവായി കിട്ടി. ഇടയ്ക്കിടെ ഞാനും സുഹാസിനിയും വീട്ടിൽ വഴക്കിടും. അപ്പൊ ഞാൻ പറയും, ആ സത്യഭാമയെ കല്യാണം കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ മഹാഭാഗ്യമായിരുന്നു എന്ന്. അത് കേൾക്കുമ്പോ തന്നെ അവൾക്ക് കലി കയറും. ആർക്കായാലും കലി വരുമല്ലോ. പിന്നെ സാറ് വിചാരിക്കുന്ന പോലെ അത്ര വലിയ പാവൊന്നുമല്ല കേട്ടോ ഞാൻ. എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരാം. അപ്പൊ പുള്ളിക്കാരനൊന്ന് പരിചയപ്പെടാലോ. സ്ഥലത്തെ വില്ലേജ് ഓഫീസറൊക്കെ പരിചയമുണ്ടെന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് ആണല്ലോ. ഞാൻ ഫോൺ നമ്പർ തരാം, വിളിച്ചിട്ട് വന്നാ മതി. ഓ, ആയിക്കോട്ടെ. ഇന്നിപ്പോ പ്രകാശ് സാറ് വിളിച്ചിട്ട് പറഞ്ഞു ഈ വഴിക്ക് എവിടെയോ പോണുണ്ടെന്ന്. പോകുന്ന വഴി ഇവിടെ കേറാന്നും പറഞ്ഞു. അത് കേട്ടപാടെ മോഹനേട്ടന്റെ സ്വഭാവം മാറി. പ്രകാശ് സാർ വരുന്നതിന് മുന്നേ സ്ഥലം വിടണം, അതിനുള്ള അടവാണ് നമ്മളിപ്പോ കണ്ടത്. അല്ല, അതിപ്പോ പ്രകാശ് സാറിനെ ഒന്ന് കാണുന്നതിന് എന്താ കുഴപ്പം? കുഴപ്പമുണ്ടല്ലോ ഉത്തമ. എന്നെ കല്യാണം കഴിക്കാൻ പറ്റാത്ത വലിയ കഷ്ടമായി പോയെന്നാണ് പ്രകാശ് സാർ പറയുന്നത്. മോഹനേട്ടൻ പറയുന്നതോ എന്നെ കല്യാണം കഴിച്ചത് ഭയങ്കര കഷ്ടമായി പോയെന്ന്. അപ്പൊ പിന്നെ ഇവിടെ വെച്ച് പ്രകാശ് സാർ എന്നെ പോഴ്ത്തി പറയുന്നത് മോഹനേട്ടൻ ഭയങ്കര ക്ഷീണം ഉണ്ടാക്കൂല്ലോ. പിന്നെ ഞാൻ ഈ പ്രകാശ് സാറിനെ പറ്റി മോഹനേട്ടനോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ.
ആള് വലിയ തമാശക്കാരനാണ്. പെണ്ണ് കാണാൻ വന്നപ്പോ പ്രകാശ് സാറ് പറഞ്ഞ തമാശകൾ കേട്ട് ഞങ്ങൾ ചിരിച്ചിരിച്ചു മടുത്തൂന്നൊക്കെ. ജീവിതത്തിൽ ഒരു തമാശ പോലും പറഞ്ഞിട്ടില്ലാത്ത മോഹനേട്ടന് സ്വാഭാവികമായിട്ടും ഒരു ചെറിയ അസൂയ വരുമല്ലോ. അതാണ് കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വക്കീൽ അങ്ങോട്ട് പെട്ടെന്ന് ചെല്ല്. ഇല്ലെങ്കിൽ ഷർട്ടും മുണ്ട് മാറിയിട്ട് മോഹനയുടെ സാർ പുറകു വശം വഴി എടുത്തിയാടി അങ്ങ് ഓടും.